ഇറാനും യു.എസുമായുള്ള സംഘർഷം നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടലിലേക്ക് നീങ്ങുമോ എന്ന ആശങ്കയിലാണ് പശ്ചിമേഷ്യ. അത് വലിയ കാലങ്ങളോളം നീളുന്ന യുദ്ധത്തിലേക്ക് പോകുമോ എന്ന ഭീതിയുമുണ്ട് ലോകത്തിന്. ഇറാൻ യുദ്ധം രണ്ടാം ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ അടിയുടെയും തിരിച്ചടിയുടെയും ശക്തിയും വ്യാപ്തിയും കൂടിയെന്ന് കാണാം. ഇറാനിൽ 150ഓളം സ്ഥലങ്ങളിൽ അമേരിക്ക കഴിഞ്ഞ ദിവസം ആക്രമണം നടത്തിയിരുന്നു. പാലങ്ങളും റെയിൽവേ സ്റ്റേഷനുകളും ഉൾപ്പെടെ ലക്ഷ്യങ്ങളായി. ഇറാനാകട്ടെ കഴിഞ്ഞ ദിവസങ്ങളിലെ ഏറ്റവും ശക്തമായ തിരിച്ചടിയാണ് അമേരിക്കയ്ക്ക് നൽകിയിരിക്കുന്നത്. ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ജോർദാനിൽ ഉണ്ടായിരുന്ന യു.എസിന്റെ നിരവധി സൈനിക വിമാനങ്ങൾ ആക്രമിച്ചുവെന്നാണ് ഇറാന്റെ അവകാശവാദം. ഇറാൻ സൈന്യത്തിന്റെ പ്രഹരശേഷി പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ തുടർച്ചയായ 6ാം ദിവസവും ഇറാന്റെ വിവിധ ഭാഗങ്ങളിൽ അർദ്ധരാത്രി യു.എസ് നടത്തിയ ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടിരുന്നു. ഇതിനുള്ള മറുപടി നൽകിയെന്നാണ് ഇറാൻ ഇപ്പോൾ അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത്. ഇറാന്റെ 3 മിസൈലുകൾ വെടിവെച്ചിട്ടുവെന്നും മരണമോ പരിക്കുകളോ ഒന്നും ഉണ്ടായിട്ടില്ല എന്നും ജോർദാൻ സൈന്യം അറിയിച്ചതിന് പിന്നാലെയാണ് ഇറാൻ കനത്ത തിരിച്ചടി അമേരിക്കയ്ക്ക് നൽകിയതായി അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത്. ആക്രമണത്തിൽ ഒട്ടേറെ യു.എസ് വിമാനങ്ങൾക്ക് ഗുരുതരമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നും ഇറാൻ പ്രസ്താവനയിൽ വ്യക്തമാക്കി. എന്നാൽ ഇറാന്റെ ഈ അവകാശവാദങ്ങളെക്കുറിച്ച് ജോർദാനോ യു.എസ് സൈന്യമോ ഔദ്യോഗികമായി പ്രതികരിക്കുന്നില്ല. സ്വതന്ത്ര വാർത്താ ഏജൻസികൾക്കും ഈ വിവരങ്ങൾ സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടില്ല. ഇറാൻ ഷഹറിലെ ഇറാനിയൻ സൈനികരെ കൊലപ്പെടുത്തിയതിന് പകരമായി സിറിയയിലെ അൽ ടൻഫിലുള്ള യു.എസിന്റെ സ്പെഷ്യൽ ഓപ്പറേഷൻസ് കമാൻഡ് സെന്ററിന് നേർക്കും ആക്രമണം നടത്തിയതായി IRGC അവകാശപ്പെട്ടിട്ടുണ്ട്. ഇറാൻ മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. സിറിയൻ സർക്കാരോ യു.എസ് സൈന്യമോ ഇതേക്കുറിച്ചും പ്രതികരിച്ചിട്ടില്ല. യു.എസിന്റെ നിരവധി റീഫ്യൂവലിംഗ് എയർക്രാഫ്റ്റും യുദ്ധവിമാനങ്ങളും തകർത്തുവെന്നും ഒട്ടേറെ എണ്ണത്തിന് ഗുരുതര കേടുപാടുകൾ വരുത്തിയെന്നുമാണ് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കോർ പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നത്. ജോർദാനിലെ യു.എസ് വിമാനങ്ങൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങൾക്ക് പുറമെ മേഖലയിൽ ഉടനീളമുള്ള അമേരിക്കൻ സഖ്യസേന ലക്ഷ്യസ്ഥാനങ്ങൾക്കെതിരെ തിരിച്ചടി നടത്തിയതായും ഇറാൻ അവകാശപ്പെടുന്നുണ്ട്. യുദ്ധവിമാനങ്ങൾ തകർത്തുവെന്ന അവകാശവാദത്തിന് പുറമെ ആഗോള സമ്പദ് വ്യവസ്ഥയെ തന്നെ ബാധിക്കുന്ന മറ്റൊരു മുന്നറിയിപ്പും ഇറാൻ നൽകിയിട്ടുണ്ട്. തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിന്റെ പൂർണ്ണ നിയന്ത്രണം തങ്ങൾക്കാണ് എന്ന് റവല്യൂഷണറി ഗാർഡ്സ് ഓർമ്മിപ്പിച്ചു. യു.എസിന്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണങ്ങൾ അവസാനിക്കുന്നതുവരെ ഈ വഴിയിലൂടെയുള്ള എണ്ണ വാതക കയറ്റുമതികൾ പൂർണ്ണമായും തടയും എന്നാണ് ഇറാന്റെ ഭീഷണി. ലോകത്തിലെ വലിയൊരു പങ്ക് ക്രൂഡ് ഓയിൽ വിതരണവും നടക്കുന്നത് ഹോർമൂസ് കടലിടുക്കിലൂടെ ആയതിനാൽ ഈ പ്രഖ്യാപനം ആഗോള വിപണിയിൽ ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നീക്കങ്ങളും ഈ പ്രതിസന്ധിയുടെ ആഴം നിർണ്ണയിക്കുന്നതിൽ നിർണായകമാകും. ഇതിനിടെ ഇറാന്റെ ആക്രമണത്തിൽ വൈദ്യുതി ഉൽപ്പാദന കടൽ ജല ശുദ്ധീകരണ നിലയത്തിന് കേടുപാടുകൾ സംഭവിച്ചതായി കുവൈറ്റും പറഞ്ഞിട്ടുണ്ട്. ആക്രമണത്തെ തുടർന്ന് സ്ഥലത്ത് വൻ തീപിടുത്തമുണ്ടായതായും നിരവധി വൈദ്യുത ഉൽപ്പാദന യൂണിറ്റുകൾ പ്രവർത്തനരഹിതമായതായും ഊർജ്ജ മന്ത്രാലയം അറിയിക്കുന്നു. അസാധാരണ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് വൈദ്യുതി ഉപയോഗം പരമാവധി കുറയ്ക്കണമെന്ന് മന്ത്രാലയം പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുമുണ്ട്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് തുടർ വിവരങ്ങൾ ഔദ്യോഗിക മാധ്യമങ്ങളിലൂടെ അറിയിക്കാമെന്നുമാണ് കുവൈറ്റ് പ്രസ്താവനയിൽ അറിയിച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇറാൻ നഗരങ്ങളെ ലക്ഷ്യമിട്ടും തുടർച്ചയായ 6ാം ദിവസവും കനത്ത ആക്രമണമാണ് യു.എസ് നടത്തിയത്. ഇറാനെതിരെ തങ്ങളുടെ ഏറ്റവും പുതിയ വ്യോമാക്രമണ പരമ്പര പൂർത്തിയാക്കിയതായാണ് യു.എസ് സെൻട്രൽ കമാൻഡ് അറിയിച്ചിരിക്കുന്നത്. ഇറാനിലെ പ്രധാനപ്പെട്ട കമാൻഡ് സെന്ററുകൾ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, മിസൈൽ ഡ്രോൺ കേന്ദ്രങ്ങൾ, തീരദേശ നിരീക്ഷണ സംവിധാനങ്ങൾ എന്നിവയാണ് യു.എസ് സേന ലക്ഷ്യമിട്ടത്. ഇറാന്റെ വിവിധ നഗരങ്ങളിലെ ബോംബാക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടതായും പരിക്കേറ്റതുമായാണ് അമേരിക്ക അവകാശപ്പെട്ടത്. ഇക്കാര്യം ഇറാനിയൻ മാധ്യമങ്ങളും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആക്രമണത്തിൽ ഇറാന്റെ തന്ത്രപ്രധാനമായ തുറമുഖ നഗരമായ ബന്ദർ അബ്ബാസിലെ കമ്മ്യൂണിക്കേഷൻ ടവർ തകർന്നിട്ടുമുണ്ട്. റെയിൽവേ സ്റ്റേഷൻ, വിമാനത്താവളം, ഹോർമുസ്ഗാൻ മേഖലയിലെ 2 പാലങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം ആക്രമണമുണ്ടായി. തെക്ക് കിഴക്കൻ ഇറാൻ ഷഹറിലെ വിമാനത്താവളം ലക്ഷ്യമിട്ടും ആക്രമണമുണ്ടായിട്ടുണ്ട്. അഹ്വാസ്, ബുഷ്ഹർ മേഖലകളിലും സ്ഫോടനങ്ങളുണ്ടായി. എന്തായാലും വലിയ നാശനഷ്ടമാണ് അമേരിക്ക ഇറാനിൽ വരുത്തിവെച്ചിരിക്കുന്നത്. അമേരിക്കയുടെ ആക്രമണത്തിന് ഇറാൻ കാത്തിരുന്ന് പകരം വീട്ടുമെന്നാണ് വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ് രാവിലെ ഞാനുമായുള്ള ഒരു ഇന്റർവ്യൂവിൽ ഇറാൻ വിഷയത്തിൽ പറഞ്ഞത്. ആ റിപ്പോർട്ട് ഒരിക്കൽ കൂടി കാണാം. ഇറാൻ ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന സ്ട്രെങ്തും അമേരിക്ക ഇറാനെക്കുറിച്ച് കരുതുന്ന സ്ട്രെങ്തും രണ്ടും രണ്ടാണ്. ഇറാൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് നമ്മളൊന്നും ചിന്തിക്കുന്ന കാര്യങ്ങളല്ല. ഏറ്റവും വലിയ സ്ട്രെങ്ത് ഇറാൻ്റെ ഭൂമി തന്നെയാണ്. ആ ഭൂമിയുടെ വൈവിധ്യങ്ങൾ ഒരു ചൂണ്ടുപലക കൂടിയാണ്.
വൈവിധ്യങ്ങളിൽ വൻ മലനിരകൾ, താഴ്വരകൾ, ഒരുപാട് ഹൈഡ് ഔട്ട് പോസിബിലിറ്റീസ്, ആംബുഷ് ചെയ്യാൻ ശത്രു സൈന്യങ്ങൾ ഭൗതികമായി കടന്നു വന്നാൽ, ടാങ്കുകളും കവചിത വാഹനങ്ങളുമായി കടന്നു വന്നാൽ പതിയിരുന്ന് ആക്രമിക്കാവുന്ന ആയിരക്കണക്കിന് ഇടങ്ങളുണ്ട് സാഗ്രോസ് മൗണ്ടൻ റേഞ്ചസിൽ. വടക്ക് ഭാഗത്തു നിന്നാണ്, അതിന് കാസ്പിയൻ കടൽ വഴിയാണ് ആക്രമണം വരുന്നതെങ്കിൽ അവിടെയും ഒരു മൗണ്ടൻ റേഞ്ച് ഉണ്ട്. അപ്പോൾ അതിനുള്ളിൽ സുരക്ഷിതമായ പീഠഭൂമിയുണ്ട്. ടെഹ്റാൻ നഗരം വളരെ തന്ത്രപ്രധാനമായി ഈ തീരപ്രദേശങ്ങളിൽ നിന്നും, അതായത് കാസ്പിയൻ കടൽ തീരത്തു നിന്നും, അതുപോലെ ഈ ചെങ്കടൽ പേർഷ്യൻ ഗൾഫ് തീരത്തു നിന്നും ഏറെ അകലെ ഇറാൻ്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന, ഏതാണ്ട് വടക്കൻ ഇറാനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന നഗരമാണ് ടെഹ്റാൻ എന്നോർക്കണം. അതുകൊണ്ട് ടെഹ്റാനിലെ ഒരു ആശുപത്രി കഴിഞ്ഞ ദിവസം ആക്രമിച്ചു. ഉള്ളിൽ ഒരു ആശുപത്രി ആക്രമിച്ചിട്ട് എന്താണ് കാര്യം? ക്യാൻസർ പേഷ്യൻസ്, 200 ചില്ലുവാനും ക്യാൻസർ പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്തിരുന്ന ഒരു ആശുപത്രിയിൽ നിന്നും പെട്ടെന്ന് ഈ ക്യാൻസർ പേഷ്യൻസിനെ ഇവാക്യുവേറ്റ് ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ നമുക്കറിയാമല്ലോ, ഈ ഒരു സ്കൂൾ ആക്രമിച്ച്, ഇപ്പോൾ തീരെ ഹോർമോസിനോടടുത്തുള്ള ഒരു നഗരത്തിലെ സ്കൂൾ ഫെബ്രുവരി 28 ആക്രമിച്ചുകൊണ്ടാണ് അമേരിക്ക യുദ്ധം തുടങ്ങുന്നത് തന്നെ. അത് ഒരു കൊളാട്രൽ ഡാമേജ് ആണെന്നൊക്കെ അമേരിക്ക പറയുന്നുണ്ടെങ്കിലും കരുതിക്കൂട്ടിയുള്ള ആക്രമണമല്ല എന്ന് പറയുമ്പോഴും അത് മുൻപ് ഒരു സേനാ കേന്ദ്രമായി IRGCയുടെ ഒരു തന്ത്രപ്രധാനമായ താവളമായി ഉപയോഗിച്ചിരുന്ന ഇടത്താണ് പിന്നീട് സ്കൂൾ പണിതത്, അല്ലെങ്കിൽ സ്കൂൾ ഉള്ളത്. അവരുടെ പഴയ ചിത്രങ്ങൾ അനുസരിച്ച് തെറ്റിദ്ധരിക്കപ്പെട്ടതാണ്, അതുകൊണ്ട് ആക്രമിച്ചു എന്നാണ് അമേരിക്കയുടെ ഭാഷ്യമെങ്കിലും വസ്തുതാപരമായി നോക്കുമ്പോൾ നൂറുകണക്കിന് പിഞ്ചു കുഞ്ഞുങ്ങളാണ് അന്ന് വെന്തു വെണ്ണീറായത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ദ ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസ് ഈസ് സോ ഹൈ. കഴിഞ്ഞ ദിവസം ഈ കഴിഞ്ഞ 24 മണിക്കൂറിൽ തന്നെ 35ഓളം മരണങ്ങൾ അവിടെ ഇറാൻ ഗവൺമെൻറ് സ്ഥിരീകരിക്കുന്നു. അപ്പോൾ ഗാസയെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ വലിയ രീതിയിലുള്ള ആൾനാശങ്ങളാണ് ഉണ്ടാകുന്നത്. ഇനി യുദ്ധം നീണ്ടുപോയി കഴിഞ്ഞാൽ ട്രംപ് പറയുന്നത് പോലെ സിവിലിയൻ കേന്ദ്രങ്ങളിലേക്കും സൈനിക ഇതര ഇൻഫ്രാസ്ട്രക്ചറുകളിലേക്കും യുദ്ധം നീങ്ങിക്കഴിഞ്ഞാൽ വലിയ നാശനഷ്ടമാണ് ഉണ്ടാവുക. അതുമാത്രമല്ല, ഒരു കാര്യം കൂടി സൂചിപ്പിക്കേണ്ടതുണ്ട്. ഇറാൻ്റെ ഒരു തന്ത്രം, നിങ്ങൾക്ക് ആക്രമിക്കാം, ഞങ്ങൾക്ക് ആകാശ ആക്രമണത്തെ വേണ്ട രീതിയിൽ പ്രതിരോധിക്കാൻ ആവുന്നില്ല. അത് വസ്തുതയാണ്, അത് ഇറാൻ മറച്ചു വയ്ക്കുന്നതുമില്ല. ഇറാൻ്റെ ഒരു എയർ ഡിഫൻസ് സിസ്റ്റം വളരെ ദുർബലമായിരിക്കുന്നു. അമേരിക്കൻ വിമാനങ്ങൾക്ക് യഥേഷ്ടം പറന്നു പൊങ്ങാൻ സാധിക്കും, പോയിന്റ് നമ്പർ 1. 2, അമേരിക്കൻ വിമാനങ്ങളെ ചെറുക്കാനായി, തടഞ്ഞു നിർത്താനായി ഇറാനിയൻ വിമാനങ്ങൾക്ക് പറന്നു പൊങ്ങാനാവില്ല. 1, എയർഫീൽഡുകൾ വെറുതെ നഷ്ടപ്പെട്ടിരിക്കുന്നു. 2, വിമാനങ്ങൾ ഹാങ്ങറുകളിൽ സുരക്ഷിതമായിരിക്കുന്നതുണ്ട്. ചിലതൊക്കെ മുകളിൽ നിന്ന് തന്നെ ബോംബ് ചെയ്ത് തറയിൽ നിന്ന് പൊങ്ങുന്നതിന് മുൻപ് തന്നെ അത് തകർത്തിരിക്കുന്നു. അത് മാത്രമല്ല, ജാംബവാൻ്റെ കാലത്തെ പഴയ വിമാനങ്ങളാണ് ഇറാൻ ഉള്ളത് എന്നോർക്കണം. ഇറാൻ്റെ വ്യോമസേനയെ നവീകരിക്കാൻ ഇറാൻ മെനക്കെട്ടില്ല, കാരണം വ്യോമസേന കൊണ്ട് വലിയ ഉപയോഗം ഉണ്ടാവില്ല എന്ന് ഇറാൻ മനസ്സിലാക്കി. ഇനി 3, ഇറാൻ്റെ കരസേന ടെസ്റ്റഡ് ആയിട്ടേ ഇല്ല. ലോകത്തെ ഏറ്റവും വലിയ കരസേനകളുള്ള ഈ ഗ്രൗണ്ട് ഫൈറ്റിംഗ് കേപ്പബിലിറ്റീസ് ഉള്ള ഒരു രാജ്യമാണ് ഇറാൻ എന്നോർക്കണം. അതുകൊണ്ട് അവരുടെ ഈ 4-5 ലക്ഷത്തോളം വരുന്ന സൈനികർ ആരും തന്നെ നേരിട്ട് യുദ്ധഭൂമിയിൽ പ്രവേശിച്ചിട്ടില്ല. അവരൊരു മിസൈലുകൾ അയക്കാനുള്ള സംവിധാനത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിച്ചു എന്നല്ലാതെ അവരൊരിക്കലും ആക്രമണത്തിൽ പങ്കെടുക്കുകയോ ആക്രമണ വിധേയരാവുകയോ ചെയ്തിട്ടില്ല. അതവിടെ റിസർവായി നിൽക്കുന്നു. അതിനിയും കാണാൻ പോകുന്ന ഒരു കാര്യമാണ്. ഗ്രൗണ്ട് ഫെസിലിറ്റീസ് ആൻഡ് ആർമമെൻറ്റ്സ്, ടാങ്കുകൾ, കവചിത വാഹനങ്ങൾ, പീരങ്കികൾ, പടക്കോപ്പുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ യുദ്ധത്തിൽ ഉപയോഗിക്കപ്പെട്ടിട്ട് പോലുമില്ല. ഇനിയുള്ള ഒരു കാര്യം ആണ് ഏറ്റവും പ്രധാനം. ഇറാൻ്റെ മെയിൻ അസറ്റ് എന്ന് പറയുന്നത് മിസൈലുകൾ, ഡ്രോണുകൾ, റോക്കറ്റുകൾ എന്നിങ്ങനെയുള്ള ഏറിയൽ പ്രൊജക്ടൈൽസ് ആണ്. ആ പ്രൊജക്ടൈൽസിനെ പൂർണ്ണമായി നശിപ്പിക്കുന്ന ഒരു ദൗത്യത്തിലാണ് അമേരിക്ക. അത് ഭാഗികമായി നശിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാവണം ഇറാൻ്റെ പ്രത്യാക്രമണത്തിന് മൂർച്ച കുറഞ്ഞത്. ഇപ്പം എന്നോട് ചോദിച്ചല്ലോ, ഇറാൻ്റെ പ്രത്യാക്രമണത്തിന് എത്രത്തോളം മൂർച്ചയുണ്ടാകും ഇപ്പോൾ. ഈ ആക്രമണത്തിന് തിരിച്ചടി നൽകുന്നുണ്ട്. അതിനർത്ഥം ഇറാൻ്റെ മിസൈൽ ശേഖരം, ഡ്രോൺ ശേഖരം ഇപ്പോഴും ഉണ്ട് എന്നാണ്. പക്ഷേ പൂർണ്ണമായി ഇൻടാക്റ്റ് ആകാൻ സാധ്യതയില്ല. ഒരുപാട് ലോഞ്ച് പാഡുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാകണം. തീരപ്രദേശങ്ങളിലുള്ള ഹോർമൂസിന് അഭിമുഖമായിരിക്കുന്ന മിക്ക പ്രദേശങ്ങളിലെയും ഡ്രോൺ വിക്ഷേപണ നിലയങ്ങൾ അല്ലെങ്കിൽ തറകൾ, അതെല്ലാം തന്നെ ആക്രമണ വിധേയമാകാനുള്ള സാധ്യതയാണ്. വിധേയമായിട്ടുണ്ടാവണം ഓൾറെഡി. അതുമാത്രമല്ല, ഇപ്പോൾ ആക്രമണ വിധേയമായെങ്കിൽ പോലും ഏതാനും ഡ്രോണുകൾ നഷ്ടപ്പെട്ടാൽ പോലും ഇതെല്ലാം കെമിക്കൽസ് കാറ്റഗറിയിലുള്ള ഡ്രോണുകളാണ്. അത് തിരിച്ച് കൊണ്ടുവരാനുള്ള ഡ്രോണുകളല്ല. അത് മിസൈൽ പോലെ അയച്ച് അവിടെ തന്നെ പൊട്ടിത്തെറിച്ച് അവിടെ തന്നെ അവസാനിക്കുന്ന ഡ്രോണുകളാണ്.
അതിന് ചിലവ് 20,000 മുതൽ 50,000 വരെ ഡോളർ മാത്രമാണ് അതിനുള്ള ചിലവ്. അത് തുച്ഛമായ ചിലവാണ്. മിസൈൽ അയക്കുന്നതിനേക്കാൾ വളരെ ചിലവ് കുറഞ്ഞ ഒരു ആക്രമണ മാർഗമാണ് ഡ്രോൺ എന്നത് ഓർക്കണം. അത് ഇറാന് പെട്ടെന്ന് തന്നെ തദ്ദേശീയമായി വികസിപ്പിച്ചെടുക്കാൻ കഴിയുകയും ചെയ്തു. ഒരു സമയത്ത് റഷ്യക്ക് വരെ ഡ്രോണുകൾ നൽകിയിരുന്നത് ഇറാനാണ് എന്ന് ആലോചിക്കുമ്പോൾ ഇറാൻ്റെ ഡ്രോൺ ശേഖരത്തെയും അമേരിക്കയ്ക്ക് ഭാവിയിലും ഭയപ്പെടേണ്ടി വരും. വളരെ പെട്ടെന്നാണ് അസംബിൾ ചെയ്ത്, ഘടകങ്ങളുണ്ടല്ലോ, അത് അസംബിൾ ചെയ്ത് റെഡിയാക്കി എടുക്കുക എന്നതേ ഉള്ളൂ. അതുകൊണ്ട് ആ രീതിയിലാണ് യുദ്ധം. അത് മാത്രമല്ല, വളരെ ഷോർട്ട് റേഞ്ച് വെപ്പൺസ്, ഹോവിറ്റ്സർ ഗൺസ് ഉള്ള പീരങ്കികൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇത് ബോഫോഴ്സ് മാതൃകയിലുള്ള കൊച്ചു പീരങ്കികൾ, ഇതെല്ലാം ഗ്രൗണ്ട് ബാറ്റിൽ വരുമ്പോൾ ഉപയോഗിക്കാനായി സാഗ്രോസ് മലനിരകളുടെ വിവിധങ്ങളായ ഹൈഡൗട്ടുകളിൽ ഒരുപാട് ആയിരക്കണക്കിന് വാലീസ്, ചെറിയ ചെറിയ ഗുഹാമുഖങ്ങൾ ഉണ്ട്. അവിടെയെല്ലാം ഭൂമിശാസ്ത്രപരമായ അഡ്വാൻറ്റേജ് ഇറാനുണ്ട്. അതുകൊണ്ട് ബൂട്ട് ഓൺ ഗ്രൗണ്ട് ആണ് ഇറാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ നടക്കുന്ന ആക്രമണങ്ങളെല്ലാം തന്നെ, ഇത്രയും കാലം നടന്ന എല്ലാ ആക്രമണങ്ങളും ആകാശമാർഗമുള്ള ആക്രമണം ആയിരുന്നു. അത് ഇനിയും തുടരാനാവുമോ? എത്ര കാലം തുടരാനാവും? അങ്ങനെ തുടർന്നതുകൊണ്ട് മാത്രം ലക്ഷ്യം നേടാനാവുമോ? അത് സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഇറാൻ, once again I'm telling that Iran is playing a waiting game.